നമ്മളെ ബാംഗ്ലൂർ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം. നമ്മൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരു സ്ഥലം പോകാൻ വേണ്ടി തീരുമാനിച്ചു. അത് പറഞ്ഞുതരാം, വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഫ്ലാറ്റിൻ്റെ അടിയിലൂടെ നമ്മളങ്ങനെ നീങ്ങി. അങ്ങനെ നീങ്ങുമ്പോഴാണ് അമലൂട്ടിൻ്റെ ഫേവററ്റ് വണ്ടി അവിടെ കണ്ടത്. നോക്കിയേ, നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതിൻ്റെ ഉള്ളിലുണ്ട് താർ ജീപ്പാണ് കേട്ടോ. താർ ജീപ്പ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഫേവറേറ്റാണ്. നമ്മൾ പോകുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് എത്തുന്നതിന് മുമ്പേ കുറച്ച് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഫുഡ് വേ പറഞ്ഞൊരു ഹോട്ടലുണ്ട്. ഇതുവരെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന തന്നെ ഒരു ഹോട്ടലാണ്. നല്ല ഭക്ഷണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളവിടെ കയറിയാണ്. നമ്മൾ അവിടേക്ക് കയറി. നല്ല ഹോട്ടല്, നല്ല സർവീസായിരുന്നു. പിന്നെ എന്താ ചെയ്യേണ്ടത്, കുട്ടികൾ അത് അവിടെ നിന്ന് കുറച്ച് കളികൾ കളിച്ചു. പസിൽസൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ നിന്ന് കളിച്ചു. അമലൂട്ടിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ്, കാരണം ബാംഗ്ലൂർ ആദ്യമായിട്ടല്ലേ. അവർ താഴേക്കൊക്കെ നോക്കി ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് അങ്ങനെ നീങ്ങി. നേരത്തെ പോലെ തന്നെ യൂബർ നമ്മൾ വിളിച്ചു. യൂബറിൽ കയറി വണ്ടി അങ്ങനെ മുന്നോട്ടേക്ക് കുതിച്ചു. എവിടെയായാലും യൂബർ നല്ലതുകൊണ്ട് ഒരുപാട് ഗുണമാണ്. നമ്മളങ്ങനെ അവിടെ ആ സ്ഥലത്തെത്തി. വേറെ എവിടെയുമല്ല, പന്നാർഘട്ട നാഷണൽ പാർക്കിലേക്കാണ് നമ്മൾ പോയത്. മുമ്പ് ഞാൻ വന്നിരുന്നു, പക്ഷേ ഇവരെയും കൂട്ടി ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നമ്മൾ ആ പാർക്കിൻ്റെ കവാടത്തിലേക്കൂടെ നടന്നു മുന്നോട്ടേക്ക് നീങ്ങി. ആ പോകുന്ന വഴിക്ക് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് വേണം നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാം. നമ്മൾ പക്ഷേ വേഗത്തിലോടി. കാരണം എന്ന് വിചാരിച്ചാൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അനിമൽ സഫാരി. പിന്നെ കുറേ കുട്ടികൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കുറേ കന്നഡ കുട്ടികൾ, നമ്മളിവിടെ ടൂറിന് വരുന്ന കുട്ടികളെ പോലത്തെ കുഞ്ഞി കുട്ടികൾ. അങ്ങനെ ആ കവാടത്തിൻ്റെ അടുത്തെത്തി. കവാടത്തിൽ ഒരുപാട് മൃഗങ്ങളുടെ ചിത്രങ്ങളുണ്ട്. നല്ല രസമാണ്. കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് ഇവിടെ വരുമ്പോൾ നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് ഈ സ്ഥലം, പന്നാർഘട്ട നാഷണൽ പാർക്ക്. നമ്മൾ വളരെ വേഗത്തിൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ ശ്രമിക്കുന്നത്, കാരണം നേരത്തെ ബുക്ക് ചെയ്ത ഒരു വണ്ടിയുണ്ട്. ആ വണ്ടിയിലാണ് ആ പാർക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോവുക. അതുകൊണ്ട് ആ വണ്ടി മിസ് ചെയ്യാതിരിക്കാൻ മാളും ഷില്ലേച്ചിയും ബിജുവേട്ടനും ഞാനൊക്കെ ഓട്ടാണ്. പിന്നെ കഴിഞ്ഞാൽ നമുക്കത് കിട്ടില്ല. നമ്മൾ വേഗത്തിൽ നടന്നു. അതിൻ്റെ കവാടത്തുനിന്ന് ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ ഒരുപാട് സമയമെടുക്കണം. ഒരുപാട് എൻട്രികളൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഒരു കുപ്പി വെള്ളം പോലും അകത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളുടെ നടത്തത്തിൻ്റെ വേഗത കൂട്ടി. അവിടെ ക്യൂ ഒക്കെ ഉണ്ട്. ആ ക്യൂവിലൂടെയാണ് നമ്മൾ നീങ്ങിയത്. പെട്ടെന്ന് നമുക്ക് മുന്നോട്ട്